മറ്റു വാർത്തകളിലേക്ക്. കോൺഗ്രസിനെയും കന്യാസ്ത്രീകളെയും പരിഹസിച്ച് ഛത്തീസ്ഗഡ് ബിജെപി. മനുഷ്യക്കടത്ത് നടത്തുന്നവരെയും മതപരിവർത്തകരെയും പിന്തുണയ്ക്കുന്നവരാണ് കോൺഗ്രസ് എന്ന് പരിഹാസം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കന്യാസ്ത്രീകളുടെ കാലിൽ വീഴുന്ന ചിത്രം പങ്കുവച്ചായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റ്. പിന്നാലെ പോസ്റ്റ് പിൻവലിച്ചു. അരവിന്ദ് ചേരുന്നു. അരവിന്ദ്, മറ്റ് എവിടത്തെയും ഇപ്പോൾ അമിത്ഷായുടെ പോലും നിലപാടല്ല ഈ വിഷയത്തിൽ ഛത്തീസ്ഗഡ് ബിജെപിക്ക് എന്നത് വ്യക്തമാക്കുന്നത് കൂടിയാണ് കാര്യങ്ങൾ. രാഷ്ട്രീയമായിട്ട് ആ രീതിയിലാണ് അതിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഈ പോസ്റ്റിൽ എന്താണ് പറയുന്നത്? പിന്നീട് പോസ്റ്റ് പിൻവലിക്കാനുണ്ടായ സാഹചര്യം. തന്നെ അരമണിക്കൂർ മാത്രമാണ് ഈ സമൂഹ മാധ്യമത്തിൽ ഈ പോസ്റ്റ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കൂടി ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്താണ് ബിജെപി ഛത്തീസ്ഗഡ് വിഭാഗത്തിന്റെ സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിൽ കോൺഗ്രസിനെയും കന്യാസ്ത്രീകളെയും പരിഹസിച്ചുകൊണ്ടൊരു പോസ്റ്റ് വരുന്നത്. മനുഷ്യക്കടത്ത് നടത്തുന്നവരെയും മതപരിവർത്തനത്തെയും പിന്തുണയ്ക്കുന്നവരാണ് കോൺഗ്രസ് എന്നാണ് ആ പരിഹാസം. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കന്യാസ്ത്രീകളുടെ കാലിൽ വീഴുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഒരു പരിഹാസം ബിജെപി ഛത്തീസ്ഗഡ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. ചിത്രത്തിൽ കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ കയറിൽ കെട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലായിരുന്നു ഈ ചിത്രത്തിൽ ഉണ്ടായിരിക്കും. എന്തായാലും വലിയ വിമർശനം ബിജെപി ഛത്തീസ്ഗഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അരമണിക്കൂറിന് ശേഷം ഈ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്കറിയാം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളടക്കം സംസ്ഥാന നേതാക്കൾ ആവർത്തിക്കുന്ന ഒരു കാര്യമായിരുന്നു നിർബന്ധിത മതപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യക്കടത്തും നടന്നിട്ടില്ല എന്നത്. പക്ഷേ ഛത്തീസ്ഗഡിലെ ബിജെപി നേതാക്കളുടെ നിലപാട് തന്നെയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയും അതുപോലെ തന്നെ ഇപ്പോൾ ഈ പങ്കുവച്ച പോസ്റ്റിലൂടെയും നമുക്ക് വ്യക്തമാകുന്നത്. കാരണം വലിയ പ്രതിഷേധം ഉയർന്നിട്ട് പോലും അനുകൂല നിലപാട് സെഷൻസ് കോടതിയിൽ സ്വീകരിക്കാൻ ബിജെപി നേതൃത്വമോ അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരോ തയ്യാറായതില്ല. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഇടപെടലിന് പിന്നാലെയാണ് സരവിന്റെ കേസിൽ ഛത്തീസ്ഗഡ് ബിജെപിയുടെ നിലപാട് കൂടി വളരെ ക്ലിയർ ആണ്. നേരത്തെ തന്നെ അതിലൊരു വ്യക്തത വന്നതാണ്. പക്ഷേ കുറച്ചുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു ആ പോസ്റ്റ്. കേരളത്തിൽ നിന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം പോയ ബിജെപിയുടെ പ്രതിനിധികൾ ഇന്നലെ പ്രതികരിച്ചതും ഒപ്പം തന്നെ പ്രോസിക്യൂട്ടർ പറഞ്ഞതുമെല്ലാം സാങ്കേതികമായിട്ടുള്ള എതിർപ്പ് മാത്രമാണ് കോടതിയിൽ അറിയിച്ചത് എന്നുള്ളതായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് വിധി വരുന്നതിൽ കുറച്ച് ആശങ്കയുണ്ടാക്കുന്ന തരത്തിലല്ലേ ഈ പോസ്റ്റിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും തന്നെ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണേണ്ടത്. കാരണം ബിജെപി ഛത്തീസ്ഗഡ് സംസ്ഥാനത്തെ ബിജെപി നേതൃത്വത്തിന് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടെന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവച്ചിരിക്കുന്ന ചിത്രം. കന്യാസ്ത്രീകൾ ഇത്തരത്തിൽ പെൺകുട്ടികളെ കയറിൽ കെട്ടിക്കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ കന്യാസ്ത്രീകളുടെ കാലിൽ വീഴുന്ന കൂടി ഈ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഛത്തീസ്ഗഡ് ബിജെപി നേതൃത്വത്തിന്റെ കടുത്ത അതൃപ്തി തന്നെയാണ് നിലപാടിലുള്ളത്. കാരണം നേരത്തെ തന്നെ ഈ നിലപാട് അവർ വ്യക്തമാക്കിയതുമാണ്. കാരണം ബിജെപി സംസ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാനത്തെ ബിജെപി നേതാക്കൾ എടുത്ത നിലപാടല്ലായിരുന്നു സംസ്ഥാന മുഖ്യമന്ത്രി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ബിജെപി നേതൃത്വവും എടുത്തത്. സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നടക്കം വലിയ രീതിയിലുള്ള എതിർപ്പ് ഉണ്ടായിരുന്നു. പിന്നീടാണ് UDF എംപിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായോട് അടക്കം കൂടിക്കാഴ്ച നടത്തുകയും ഇത്തരം കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തത്. പിന്നീട് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാകില്ല എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം NIA കോടതിയിലും ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു. പ്രധാനമായും പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് പ്രതിത്തെ അന്വേഷണം ഇതിന്റെ ആദ്യഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്നതായിരുന്നു പ്രധാനമായും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ കസ്റ്റഡിയിൽ വേണമോ എന്ന ചോദ്യത്തിന് ആവശ്യമില്ല എന്നതായിരുന്നു പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. പക്ഷേ ശക്തമായ അതൃപ്തി ബിജെപി സംസ്ഥാന നേതൃത്വത്തിനുണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ് ഈ എക്സിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെ അടക്കം പങ്കുവച്ച ഈ പോസ്റ്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും അരമണിക്കൂർ മാത്രമായിരുന്നു സമൂഹ മാധ്യമത്തിൽ ഈ പോസ്റ്റ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിനുശേഷം ആ പോസ്റ്റ് മുക്കിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയുക. ധന്യ. ശരി അരവിന്ദ്.